വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള ആയുർവേദം ബ്യൂട്ടി ടിപ്പ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ചാൽ നീലബൃങ്ങാതി കേരത്തെ കുറിച്ചാണ്. അപ്പം നീലബൃങ്ങാതി കേരം രാജ ആയുർവേദത്തിൻ്റെ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, രാജ ആയുർവേദത്തിന്. അതുപോലെ തന്നെ നീലബൃങ്ങാതി കേരം ഉണ്ട്, അതുപോലെ തന്നെ തൈലം ഉണ്ട് കേട്ടോ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൈലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള്ളെണ്ണ അഥവാ നല്ലെണ്ണയിൽ കാച്ചിയെടുക്കുന്നതാണ്. അതുപോലെ കേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതിൽ കാച്ചിയെടുക്കുന്നതാണ്. നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് പറ്റിയത് എന്താണ്, കേരാണ് കേട്ടോ. അപ്പം നമുക്ക് വെളിച്ചെണ്ണയിൽ കാച്ചിയെടുത്താണ് നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ചേർന്നത്. അപ്പം നീലബൃങ്ങാതി കേരത്തിൽ 10 മരുന്നുകളാണ്, അതായത് 10 ഔഷധങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 തരം പാലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എരുമപ്പാൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പശുവിൻ പാൽ ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 4 പാലുകളാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ലേ, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുടിക്ക് ഏറ്റവും എന്താ പറയുക ചെയ്യാൻ പറ്റിയ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ, അതാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. മറന്നു പോകണ്ട, വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിട്ടു പോകുമല്ലോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, നീലബൃങ്ങാതി കേരം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഉപയോഗിച്ചു. നീലബൃങ്ങാതി കേരം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നീരിറക്കം, ചുമ, ജലദോഷം, അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നീലബൃങ്ങാതി കേരം ആവട്ടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് തലയ്ക്ക് പിടിച്ച് കിട്ടിയാൽ വളരെ നല്ലതാണ്, പക്ഷെ അപൂർവം ആളുകളിലാണ് ഇത് പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ശിരോധാരയ്ക്കൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആൾക്കാരുടെ എന്താ പറയുക, നമ്മൾ ശാരീരിക പ്രകൃതിന്നോ അങ്ങനെ രോഗത്തിനനുസരിച്ചെന്നോ, അതായത് നമ്മൾ എന്താ പറയുക, ഇങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. നീലബൃങ്ങാതി കേരം ഉപയോഗിച്ച് നമ്മൾ ശിരോധാര ചെയ്യാറുണ്ട്. അപ്പോൾ ശിരോധാര ചെയ്യാൻ ഇത് ഏകദേശം ഒരു 7 ബോട്ടിലൊക്കെ എന്തായാലും വേണ്ടി വരും. ശിരോധാര കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ മുമ്പ് തന്നെ കൊടുന്ന് നമ്മുടെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ശിരോധാര എന്നതിനെ കുറിച്ച് മനസ്സിലാവും. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും, എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് നമ്മളിത് ഉപയോഗിക്കുന്ന ടൈം, അതുപോലെ തന്നെ തലയിൽ തേച്ച് കെടുക്കാൻ പറ്റുമെന്നൊക്കെയാണ്. തലയിൽ തേച്ചിട്ട് കെടുക്കാൻ പറ്റില്ല. തലയിൽ തേച്ച് കെടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം, നല്ല തണവുള്ളതാണ്, നീരിറക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നെല്ലിക്കൊക്കെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ നീരിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തലയിൽ എന്താ പറയുക, കുരുക്കളൊക്കെ വരില്ലേ, എങ്ങനെ ഇപ്പോൾ പറയുക, ചിരങ്ങും ചൊറിയൊക്കെ വരിക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ശല്യമുള്ളവർക്കൊക്കെ ഇത് തേക്കാൻ പറ്റില്ല കേട്ടോ. തേച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ അത് കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ തേക്കുന്ന പോലെ രാവിലെ തേക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ കഴുകി കളയുക. അങ്ങനെയാണ് ചെയ്യാൻ പറ്റുമോ. അല്ലാതെ നമ്മൾ തേച്ച് കെടുക്കാമെന്ന് ആരും വിചാരിക്കണം. തേച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെറിയ എന്തെങ്കിലും ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, തേച്ച് കെടുക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയാൻ വേണ്ടി, നീലബൃങ്ങാതി കേരത്തെ കുറിച്ച് പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ, നമ്മളിത് കയ്യിൽ കുറച്ചെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായി ഒന്ന് ചൂടാക്കുക. അങ്ങനെ ആക്കി ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തലയോട്ടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. അത്രേ വേണ്ടുള്ളൂ. നമുക്ക് ഡെയിലി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാസത്തിൽ ഒരിക്കലാണോ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അത് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെറിയ ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കെമിക്കലായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നീലബൃങ്ങാതി കേരം തലയിൽ തേച്ചിട്ട് നിങ്ങൾ കുളിക്കരുത് കേട്ടോ. കാരണം അത് ഇരട്ടി ദോഷമാവും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ റൂട്ട് ഷാമ്പു ഉണ്ടല്ലോ അത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ താളി പൗഡർ, ഇതിപ്പോൾ ഇങ്ങനെ തേക്കാനില്ല, നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന താളി പൗഡർ വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അതിനൊക്കെ വീഡിയോ ഞാൻ മുമ്പ് തന്നെ ഇട്ടിട്ടുണ്ട്, നമുക്ക് എങ്ങനെ വീട്ടിൽ നല്ല താളി പൗഡർ ഒക്കെ ഉണ്ടാക്കാം. അത് സെയിം പ്രോഡക്റ്റ് തന്നെയാണ് റൂട്ടിൻ്റെ അതായത് ഇതാണ്ടില്ലേ താളി പൗഡറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. പക്ഷെ എന്ത് ചെയ്യുക, ആയുർവേദമായിരിക്കണം, കെമിക്കൽ ചേർത്തിട്ടുള്ളതൊന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതുള്ളപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ, നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ലതാണ്. മുടിയുടെ അറ്റം വിണ്ടു പോവുക, അതുപോലെ തന്നെ താരൻ, മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുടിയിലെ കുരുക്കൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ കായ എന്നൊക്കെ പറയും, നമ്മൾ ഈ ഉണങ്ങാതെ മുടി കെട്ടിച്ചാലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല, അതിനൊക്കെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ മണം വന്നിട്ട് നല്ല മണമാണ് കേട്ടോ, തേക്കാനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസാണ് നമ്മൾ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. പ്രൈസ് 225 രൂപയാണ് കേട്ടോ, 225 രൂപയാണ്. ഇതിപ്പോൾ പൊട്ടിക്കാത്തൊരു ബോക്സാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, ഏകദേശം കഴിയാറായിരിക്കുന്നു. 200 ml ആണ് ഞാൻ സാധാരണ വാങ്ങിക്കാറ്. അപ്പോൾ നമ്മളിത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം,
ഒരുവിധം എല്ലാവർക്കും ചെയ്യാട്ടോ. ഇനി നമുക്കിങ്ങനെ മുടി വലുതാവണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് എന്ത് ചെയ്യുക, ശിരോധാര ചെയ്യാവുന്നതാണ് നമ്മുടെ നീലഭൃങ്ങാതി കയറി ഉപയോഗിച്ചിട്ട്. അതിന് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആയുർവേദ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അറിയാവുന്ന വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ചെന്ന് ഡോക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ. നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ മുടിക്ക്. നിങ്ങൾക്ക് ഡോക്ടർ നിങ്ങൾക്ക് ഇത് അനുയോജ്യമായ തൈലാണോ അല്ലെങ്കിൽ കെയറാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ നിർദ്ദേശിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുടിക്ക് നല്ല വ്യത്യാസം ഉണ്ടാവാനും മുടി കൊഴിച്ചിൽ, താരൻ, അതുപോലെ തന്നെ അറ്റം വെണ്ടീറുക, പൊട്ടിപ്പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഇത് നല്ലൊരു സൊല്യൂഷനാണ്. പിന്നെ നിങ്ങൾക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഡോക്ടർമാരൊന്നും അറിയില്ല വെച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നീലഭൃങ്ങാതി കേരം നിങ്ങൾക്ക് വീട്ടിലെത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ടും എന്നെ സമീപിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടു വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, അതായത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.